നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ഭരണമാറ്റം ലോകക്രമത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയിൽ ഒരു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് മാറി ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റാണ് വന്നിരിക്കുന്നത്. അത് ലോകത്തിൻ്റെ എല്ലാ രീതികളിലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും ഒക്കെ വലിയ മാറ്റവും വലിയ സ്വാധീനവുമാണ് ചെലുത്താൻ പോകുന്നത്. പ്രത്യേകിച്ചും ആഗോളതലത്തിൽ തന്നെ സ്വാധീനിക്കുന്ന രണ്ട് വലിയ യുദ്ധങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകളും നിലപാടുകളും ഏറെ പ്രതീക്ഷയോടെയാണ് നിരവധി രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. അതിൽ ഭാരതവുമുണ്ട്. പക്ഷേ അതിലെ ഒരു വലിയ പ്രത്യേകത അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. വളരെ കൃത്യമായ, വളരെ സ്ട്രക്ചേർഡായ നിലയിൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാൻ, ഡിസ്മാൻഡിൽ ചെയ്യാൻ തൻ്റെ കർമ്മ പദ്ധതിയാണ് പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലെ അമേരിക്കയിലും ലോകത്തും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. കാരണം ഭാരതത്തിലെ പൊളിറ്റിക്സിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഡീപ്പ് സ്റ്റേറ്റ് വലിയ ചർച്ചാ വിഷയമായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എന്നോടൊപ്പം നമ്മളുടെ സുഹൃത്തും പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സാമൂഹിക നിരീക്ഷകനുമായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനുണ്ട്. രഞ്ജിത്ത് ജി, നമസ്കാരം, സ്വാഗതം. അങ്ങാണ് ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കാര്യം ഇങ്ങനെ ഈ അമേരിക്ക ഭാരത ബന്ധത്തിനെ കുറിച്ച് വളരെ കൃത്യമായി എന്നോട് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച എടുക്കണമെന്ന് ഞാനും തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയാറുണ്ട്, പക്ഷേ ശരിക്കും ഈ ഡീപ്പ് സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാണോ? ഇതൊരു അമൂർത്തമായ എവിടെയൊക്കെയോ ആരൊക്കെയോ ചേർന്നുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു സാധനം മാത്രമല്ലേ? അതിനപ്പുറം ഇതിനെ യഥാർത്ഥത്തിൽ ഒരു സ്ട്രക്ചേർഡായ എക്സിസ്റ്റൻസ് ഉണ്ടോ? രാജേഷ് ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല, നമ്മൾ ഈ കഴിഞ്ഞ ഭാരതത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരുമിച്ചിരുന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും, പല ആളുകളും പറയുമ്പോഴും ഇതിനെ വളരെ അവജ്ഞയോടും പുച്ഛത്തോടും ഒക്കെയാണ് ഒരു ലിബറൽ കാഴ്ചപ്പാട്. പലരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യമില്ല, ലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് ആണോ അതോ ഇതിൻ്റെ ആ ഒരു രീതിയല്ല, ഒരു വോക്ക് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൾച്ചർ ചെയ്യുന്ന ആളുകൾ വളരെ ഈ ഡീപ്പ് സ്റ്റേറ്റ് ഒക്കെ വെറുതെ നമ്മളൊരു ഫാൻസി ആയിട്ട് പറയുന്നു, ജോർജ് സോറസ് അത് ഇതെന്നൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ആക്ച്വലി ഇത് ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ സൈനിക ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ് ഇതിനെപ്പറ്റി ഏറ്റവും വോക്കലായിട്ട് പറയുന്നതെന്നുള്ളതാണ്. അല്ലാതെ സാധാരണക്കാരനായ നമ്മളെപ്പോലുള്ള ആദ്യമായിട്ട് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ പോലുമല്ല. അദ്ദേഹം 4 വർഷം അതിനകത്തിരുന്ന് അതിൽ അതിൻ്റെ ആ സിസ്റ്റം എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പറയുന്ന സാധനം ഇല്ല എന്നെങ്ങനെ നമുക്ക് പറയാനൊക്കും? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം നമുക്കൊരു ഇതൊരു ഫ്രണ്ടിൽ കാണുന്ന ഒരു വസ്തുവോ വ്യക്തിയോ ഒന്നുമല്ല. കറക്റ്റ്. ഈ പറയുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ്ഡ് ബ്യൂറോക്രസി എന്നുള്ളതാണ്. ഇത് ഡീപ്പായിട്ട്, അതുകൊണ്ട് ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊരു എൻട്രൻസ്ഡ് ആണ്. ഇത് എന്തൊക്കെ മാറ്റങ്ങൾ മുകളിൽ വന്നാലും ഈ താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അവർ ഈ പറയുന്ന മുകളിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ബാധിക്കുന്നില്ല. കറക്റ്റ്. അത് ഇതിനകത്ത് ഇൻ്റലിജൻസ്, മിലിറ്ററി ഇതിലൊക്കെ ഇൻഫിൽട്രേറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു ഡീപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ കൈകൾ വളരെ സ്ട്രോങ് ആയിട്ട് അതിനകത്ത് ഒരു ഗ്രിപ്പുള്ള ഒരു പൊസിഷൻ. അതാണ് ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ഓർഗനൈസേഷൻ ഒന്നും അല്ല, ഒരു നെറ്റ്വർക്കാണ്. അത് നിയന്ത്രിക്കുന്നതാണ്. അത് അൺഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഇതിൽ ആര് വന്നാലും, അതിന് മുകളിൽ ഇനി ഡെമോക്രാറ്റ് വന്നാലും റിപ്പബ്ലിക്കൻ വന്നാലും നല്ലയാൾ വന്നാലും ചീത്തയാൾ വന്നാലും ഒക്കെ ഈ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് ആ കാശ്മീർ ഫയൽസ് എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ട്. ഞാൻ അത് തന്നെ ഓർക്കുകയായിരുന്നു. സർക്കാർ തോ ഉൻകാ ഹൈ ലേക്കിൻ സിസ്റ്റം ഹമാരാ ഹൈ എന്ന് പറയുന്ന സിസ്റ്റം ഞങ്ങളുടെയാണ്. അതെ, സർക്കാർ ആര് വന്നാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എലക്റ്റഡായി ഇനിയും അദ്ദേഹത്തിൻ്റെ ഇനോഗ്രേഷൻ ഇനിയും സമയമുണ്ട്. അപ്പോഴത്തേക്കും ആദ്യമായി പറഞ്ഞ ഒരു മേജർ പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത്
ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിനെ ഡിമോളിഷ് ചെയ്യാനായിട്ടുള്ള ഒരു 10 പോയിന്റ് പദ്ധതിയാണ് അദ്ദേഹം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു അമേരിക്കൻ പ്രസിഡൻ്റായി ഇരുന്ന ഒരാൾ രണ്ടാമത് ഇലക്റ്റഡ് ആയിട്ട് വരുമ്പോൾ ആദ്യമായി പറയുന്ന മേജർ പോളിസി നറേഷൻ എന്ന് പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിനെ ഡിമോളിഷ്. രഞ്ജിച്ച്, അങ്ങ് ഇപ്പോൾ പറഞ്ഞത് ഒരു 10 കർമ്മ പരിപാടിയാണ് ഡീപ് സ്റ്റേറ്റിനെതിരെ ചെയ്യണമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ 10 പരിപാടിയിലെ ഓരോന്നിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഭാരതവുമായിട്ടും ബന്ധമുണ്ട്. ഭാരതത്തിൽ സമാനമായ സ്ഥിതിഗതികളുണ്ട് എന്നുള്ളത്. ഭാരതത്തിൽ മാത്രമല്ല, ഇതൊരു വേൾഡ് വോർ. എനിക്ക് തോന്നുന്നു 1950-കളിൽ ടർക്കിയിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് ഒഫീഷ്യലി നോട്ട് ചെയ്തിരിക്കുന്നത്. 1000 വർഷങ്ങൾ അല്ല, 1950s. പക്ഷേ നമ്മൾ പിന്നെയും പോയാൽ ഇപ്പോൾ ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം എൻട്രൻ ചെയ്ത് ചാണക്യൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഡീപ് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് അതിനുള്ള വളരെ കൃത്യമായ ഒരു കർമ്മ പദ്ധതി ഈ അർത്ഥശാസ്ത്രത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഈ പറയുന്ന മൗര്യ ഡൈനാസ്റ്റി ഉണ്ടാക്കിയെടുത്തത്, മന്ദ അവരെയൊക്കെ വീക്കൻ ചെയ്തതിനൊക്കെ ഈ പറയുന്ന ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രിൻസിപ്പിൾഡ് എൻട്രൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും വരുന്നതല്ല. ഈ പറയുന്ന ഭരണകൂടങ്ങളെ വളർത്താനും തളർത്താനും ഒക്കെ ഈ തരം ഡീപ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഭാരതത്തിലെ ഒരു ആക്ടിവിറ്റീസിൽ നിന്നും ഊർജം പകർന്നു തന്നെയാണോ ഈ ട്രംപിന്റെ ഈ 10 കർമ്മ പദ്ധതി എന്ന് എനിക്ക് അത് വായിച്ചു സംശയമാണ്. നമുക്കത് ആ പദ്ധതിയിൽ ഓരോന്നിലേക്കും പോകുമ്പോൾ, പക്ഷെ അതിനെക്കാട്ടി മുമ്പ് ഒരു കാര്യം കൂടി അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്, ഇപ്പം നമ്മൾ ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ വേറൊരാൾ ഇന്ത്യയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തത്വമയി അത് ഒരു സെപ്പറേറ്റ് വാർത്തയായിട്ട് നമ്മൾ എടുത്തിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത്, അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ പേര് തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർഫിയറൻസ്, ഈവൻ വാർ ഉണ്ടാക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും, ഇപ്പോൾ ഈവൻ ഒരു റഷ്യ ഉക്രൈൻ വാർ തന്നെ ക്രിയേറ്റ് ചെയ്തത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഹാൻഡി വർക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും നേറ്റോയുടെ ഒരു പ്രസ്ഥാനം ഇനി ഇന്ത്യയിലേക്ക്, ഈ റഷ്യയുടെ അടുത്തേക്ക് വരില്ല എന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ തൊട്ട് നെയ്ബറായിട്ടുള്ള ഉക്രൈനെ നേറ്റോയിലെ സഖ്യകക്ഷി ആക്കാം എന്ന് പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുമായിരുന്നു. അതിൽ നിന്നും ഒരു യുദ്ധത്തിലേക്ക് ചെയ്യുക. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു വലിയ തോതിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റോ അതിൽ നിന്ന് ബെനഫിറ്റോ അമേരിക്കയ്ക്ക് ഉണ്ടായില്ല. കാരണം അവരുടെ സാമ്പത്തിക രംഗത്ത് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടില്ല, സ്പേസ് ഇല്ല. നമുക്ക് ആ ഒരു കർമ്മ പദ്ധതിയിലേക്ക് ഓരോ പോയിന്റായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുക. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അദ്ദേഹം പറയുന്നത് ബ്യൂറോക്രസിക്കെതിരായിട്ടാണ്. റോഗ് ബ്യൂറോക്രസി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, ഇല്ലേ? എംപവറിംഗ് ദ പ്രസിഡന്റ് ടു കൗണ്ടർ ഓർ ഡിസ്മാൻഡിൽ ദ റോഗ് ബ്യൂറോക്രസി. അതായത് 2020 അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു പ്രസിഡൻഷ്യൽ പവർ കൊണ്ടുവരാനായിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കി. അതായത് ആളുകളെ മാറ്റാനും മറ്റുമൊക്കെ ആയിട്ട് ഒരു ഹയർ ആൻഡ് ഫയർ പോളിസി പോലെയൊക്കെ ഇത് ചെയ്തിരുന്നു. പക്ഷേ അത് എനിക്ക് സബ്സിക്വൻ്റ്ലി അതിനെ നടപ്പിലാക്കിയിരുന്നില്ല. അത് അദ്ദേഹം റീഇൻസ്റ്റേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇതിനകത്ത് ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനകത്ത് ഹാൻഡ് ഇൻ ഗ്ലോവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ മാറ്റി നിർത്താനുള്ളൊരു പവർ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ പവർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ട്രംപിന് മാത്രമുള്ള പവറാണെന്ന് ഒരിക്കലും ഇത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അത് ഒരു കാലാകാലങ്ങളായിട്ട്, കാരണം ഒരു ഭരണം നടത്തണമെങ്കിൽ അതിന് അതിൻ്റേതായ ഫ്രീഡം വേണം, അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം വേണം. ഞാൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷൻ അത് നടപ്പിലാക്കാൻ നമുക്ക് ചുറ്റും ആളുകളുണ്ടാകണം, അതേ വിഷൻ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതേപോലെ ചെയ്യുന്ന ആളുകൾ. അതിന് എന്ത് ചെയ്താലും അതിന് ഘടകവിരുദ്ധമായിട്ടേ ചെയ്യൂ. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാം, സെൻട്രലിൽ നിന്ന് വരുന്ന സാധനം സ്റ്റേറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അത് നാഷണൽ ലെവലിലാണെങ്കിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹത്തിന് ഞാനിതിൻ്റെ ഒരു നന്മ തിന്മയോ അല്ലെങ്കിൽ ഇതിനകത്ത് നല്ലതാണോ തിന്മയാണോ എന്നൊരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ 10 പരിപാടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കുക എന്നുള്ളത് അത്രയും വലിയൊരു ഭീഷണി നിൽക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ പറയുന്ന ആളുകൾ എനിക്ക് ഒന്ന് ഭാരതത്തിലും ഏതാണ്ട് ഇതേ നമ്മളൊരു സിമിലി വയ്ക്കുകയാണെങ്കിൽ ഭാരതത്തിലും ഇതേപോലുള്ള ഒരു പവർ ഇല്ല. ഈ ഇതുപോലെ ആളുകൾ ഹയർ ആൻഡ് ഫയറിൽ ഇപ്പോൾ ഈ നമ്മുടെ സിവിൽ സർവീസ് ആണെങ്കിൽ എനിക്കൊന്ന് ആർട്ടിക്കിൾ 311 312 എന്നൊക്കെ പറയുന്ന അതിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ ഇതനുസരിച്ചാണ് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിനകത്ത് ബ്യൂറോക്രസിയുടെ എൻട്രഞ്ച്ഡ് ബ്യൂറോക്രസി ആയിട്ട് മാറുന്നത്. അതെ അതെ. അപ്പോൾ അത് തന്നെയാണ് ആദ്യം അദ്ദേഹം ഡിമോളിഷ് ചെയ്യാനായിട്ട് ആദ്യത്തെ കർമ്മ പദ്ധതിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പത്തിന പരിപാടികളുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഇന്റലിജൻസ് ഏജൻസീസിനെ കുറിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? കറപ്റ്റ് ഒഫീഷ്യൽസ്. അതായത് ഈ ഇന്റലിജൻസ് ഏജൻസി വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറയുന്നത് കാരണം ഈ രഹസ്യം ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചും ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത് തുരങ്കം വയ്ക്കാനായിട്ട് സാധിക്കും. അതെ അതെ അതെ. ഇപ്പം നമുക്കറിയാം, ഇപ്പം റഫാൽ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ഓരോ ബോഫേഴ്സ് മുതൽ നമ്മൾ കേട്ട് തുടങ്ങുന്നതാണ് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റിയുടെ കാര്യങ്ങളിലേക്ക് മാറ്റം വരുത്തി ഈ പറയുന്ന ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു റോൾ ഓഫ് ഇൻ്റലിജൻസ് ഏജൻസി ഈസ് വെരി ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ്. അതിനെ ക്ലീൻ അപ്പ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ആളുകളെ ഇതിന് ഉപയോഗിക്കുക. അല്ലാത്തവരെ വീഡ് ഔട്ട് ചെയ്യുക, അവരെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുക ചെയ്യുക. അതിന് വേണ്ട ഒരു ഓവറോളിംഗ് മെക്കാനിസം കൊണ്ടുവരിക എന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ഇതിൽ പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷൻ അതും ഭാരതത്തിൽ വലിയ പ്രസക്തമായ കാര്യങ്ങളാണ്. അത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഇന്നും ഒരു പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ പോലും അങ്ങനെ ഒരു വലിയ ഒരു ക്ലീനിങ് അപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ബോധമുണ്ട്. അത് ഇങ്ങനെയുള്ള ഇന്റലിജൻസിൽ അദ്ദേഹം ആദ്യം തന്നെ വന്ന് ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് വെച്ചത് തന്നെ ഒരു ഭാരതം കണ്ടിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രഗത്ഭനായ ഒരു മാറ്റങ്ങൾ ശക്തമായി കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ള ഒരുപക്ഷെ ഇവർ ചെയ്യുന്നത് ട്രംപിനെ പോലെ വലിയ തോതിൽ പറയുന്നില്ലെങ്കിലും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിമിലറായ കുറെ കാര്യങ്ങളായിട്ടുള്ള ഇതിൽ നിന്നും ഒരു അല്ലെങ്കിൽ ഒരു മോദി സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ രീതികൾ കാണുമ്പോൾ പിന്നെ പോയിന്റ്സ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബന്ധം. അതുപോലെ ഇതുപോലെ തന്നെ സിസ്റ്റം ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ട്രംപ്. ഞാൻ അത് തന്നെയാണ് വിചാരിച്ചത്. നരേന്ദ്രമോദിയും അതുപോലെ തന്നെയാണ്. ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന എല്ലാ ആരോപണങ്ങളും ട്രംപിനെ കുറിച്ചും പറയുന്നുണ്ട്. ഫാഷിസ്റ്റാണ്, ജനാധിപത്യ വിരുദ്ധനാണ്, ഭരണഘടന അംഗീകരിക്കുന്നില്ല, ഇല്ലേ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഏകാധിപതിയാണ്, നെറേറ്റീവാണ്. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരേ ഫാക്ടറി ഉൽപ്പന്നവും ആയിരിക്കാം. അത് മാത്രമല്ല, ഈ ട്രംപിന് എനിക്ക് തോന്നുന്നത് ഈ നരേന്ദ്രമോദിയിൽ നിന്നൊരു ഇൻസ്പിറേഷൻ, ഒരു തേർഡ് ടൈം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന അതിൽ നിന്ന് ഒരു ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ 10 പരിപാടി എന്ന് പറയുന്നത്. അദ്ദേഹം ലൗഡായിട്ട് പറയുന്നു, ഇത് വളരെ നിശബ്ദമായിട്ട് ഇവിടെ ചെയ്യുന്നു. ഇവിടെ വേറൊരു മൂന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഫിസ കോർട്ടുകളുടെ കാര്യമാണ്. ഫിസ കോർട്ടുകളുടെ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, സുതാര്യത കൊണ്ടുവരിക, ഇല്ലേ? അതെ. അപ്പോൾ ഈ വിസ കോർട്ട് എന്ന് പറയുന്ന ഫോറിൻ ഇന്റലിജൻസ് സർവൈലൻസ് ആക്ട് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു നിയമമാണ്. ഇതിനകത്ത് മിസ്യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന അതിനകത്തുള്ള ഓഫീസേഴ്സ് ജുഡീഷ്യറിയെ മിസ്യൂസ് ചെയ്തു, വാറണ്ട് ഇഷ്യൂ ചെയ്തു എന്നൊക്കെ പറയുന്നുള്ള അലിഗേഷൻസ് ഉണ്ട്. ഈ അലിഗേഷൻസിൽ പലപ്പോഴും സത്യമാണ് എന്നുള്ളത് പിന്നെ സബ്സിക്വൻ്റ്ലി വെളിയിൽ വരികയും ചെയ്തു. വിസിൽ ബ്ലോവേഴ്സും മറ്റുമൊക്കെ. ഇതിൻ്റെ പേര് എന്തോ ഒരു പേജ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, അദ്ദേഹമാണ് ഇത് വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് മെസ്സേജസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഈവൻ ജുഡീഷ്യറി പോലും കറപ്റ്റ് സിസ്റ്റത്തിനകത്തേക്ക് വന്നു എന്നുള്ളതിനെ പറ്റി അദ്ദേഹം വളരെ ബോധവാനാണ്. കറക്റ്റ്. അതിവിടെയും നമുക്കൊരു പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കാണുമ്പോൾ ജുഡീഷ്യറി ഈ പറയുന്ന എബവ് ബോർഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു നെക്സസ് ഉണ്ടെങ്കിൽ അത് നമുക്കത് എടുത്തു പറയാൻ പറ്റില്ല, തെളിവുകൾ ഇല്ലാതെ. നെക്സസ് ഉണ്ട് എന്നുള്ള സംശയം
ഈ ജുഡീഷ്യറിയെ പറ്റി പറയുന്നത് എപ്പോഴും എബോവ് ബോർഡ് ആയിരിക്കണം എന്നാണ്. ജസ്റ്റിസ് ഷുഡ് നോട്ട് ജസ്റ്റ് ബി ഡെലിവേർഡ് ബട്ട് ഷുഡ് സീം ടു ബി ഡെലിവേർഡ്. കൺവിൻസിങ്. അപ്പൊ എനിക്ക് ഇതൊരു ജസ്റ്റിസ് ഉണ്ടായി. പക്ഷെ അങ്ങനെ പല നിയമങ്ങൾ നോക്കുകയാണെങ്കിലും അതൊരു പക്ഷേ സംശയത്തിന്റെ നിഴലിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ആ നിയമങ്ങൾ, അത് ജുഡീഷ്യറി എസ്പെഷ്യലി ഇൻ ഫോറിൻ ഇന്റലിജൻസ് ആ ഏരിയയിലുള്ള കോടതികളിലെ നിയമങ്ങളെ മാറ്റണം, അല്ലെങ്കിൽ അതിനെ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യണം, ഒരു ട്രാൻസ്പെറൻ്റ് ആക്കണം, നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്ന അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നത് ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വെളിയിൽ അറിയാറില്ല, ഒരു സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ പറയുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ഡീക്ലാസിഫൈ ചെയ്യുക. കറക്റ്റ്. പല ഈ ഗവൺമെൻറ് സീക്രട്സും ഡീക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനെ ഒന്ന് ഡോക്യുമെൻറ്റ്സ് റിലീസ് ചെയ്ത് അത് ഡീപ് സ്റ്റേറ്റിൻ്റെ അബ്യൂസസ് വെളിയിൽ കൊണ്ടുവരിക, ആളുകളുടെ മുന്നിൽ തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു തുറന്നു കാട്ടുക എന്നുള്ളൊരു ഒരു വലിയ ലക്ഷ്യമാണ്. ഇപ്പം പലപ്പോഴും ഇപ്പം നമ്മൾ നേതാജി ഫയൽസ്, എക്സാക്ട്ലി, അന്ന് ആ കാലത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി എഴുതിയ എഴുത്തുകളും മറ്റുമൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം അത് അങ്ങനെ ചെയ്ത ഒരു അത് കുറച്ചു കാലം മുമ്പ് ഒരുപക്ഷെ പുറത്ത് വന്നിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി തന്നെ മാറിയേനെ. ഇന്ന് പോലും അത് ഈ പറയുന്ന എല്ലാ നാട്ടിലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു സിസ്റ്റം ഇന്ന് താഴോട്ട്, അല്ലെങ്കിൽ ഒരു ഇന്നത്തെ മാധ്യമങ്ങൾ അതിനൊരു ഇത് കൊടുത്തില്ല. അപ്പോൾ ഒരു വളരെ എന്താ പറയുന്നത് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അതിനാണ് അദ്ദേഹം ഒരു ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ കൊണ്ടുവരികയും ഈ പറയുന്ന ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റും ചുരുക്കത്തിൽ ഡീപ് സ്റ്റേറ്റിനെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക ഇവന്മാർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന്. അതിനടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് വളരെ ഒന്നുകൂടെ ഭാരതത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, പ്രസക്തമായ ഈ ന്യൂസ് ലീക്കുകൾ. അത് മീഡിയയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഭാരതത്തിനും ഒരു വലിയ ഒരുപാട് പണ്ട് നമുക്കറിയാം ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് വരെ ചർച്ച, അല്ലെങ്കിൽ അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് വേണ്ടത്. വലിയ അന്നത്തെ ടാറ്റയുമായിട്ടുള്ള സംസാരം വെളിയിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ മീഡിയ ഒരു വലിയ റോള് ഇത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ പവർ ഇതിനകത്ത് ഒരു കണ്ണി എന്ന് പറയുന്നത് ഈ പറയുന്ന വലിയ മീഡിയ മുഗൾസ് ആണ്, അല്ലെങ്കിൽ മീഡിയയുടെ അത്ര ഇപ്പൊ നമ്മൾ ഈ കാണുന്ന റിപ്പോർട്ടർ ആ ലെവലിലല്ല ഈ പറയുന്നത്. അത് വളരെ ഹയർ ലെവലിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ചില ആളുകൾ ഗവൺമെന്റിനകത്തുണ്ട്. അതെ അതെ, അതാണല്ലോ ക്രിട്ടിക്കലി ഇതായിട്ടുള്ള ഈ ആളുകൾക്ക് എവിടെ നിന്ന് ഈ വിവരം ചോർത്തി കൊടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം എന്താണ് ടാക്സ് ചെയ്യുന്നത്, ആ ടാക്സ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചോർത്തി കൊടുത്ത് അതിൽ നിന്നും ചില ബെനഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇന്നും ഉണ്ട്. അതിനെ അങ്ങനെ വരുന്നതിന് വലിയ കുറ്റകൃത്യമായി കണ്ട് ശിക്ഷ, അല്ലെങ്കിൽ അത് ടു ബി ബ്രോട്ട് ടു ദ ജസ്റ്റിസ്, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഭാരതത്തിലും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ ഇവിടെ നരേന്ദ്രമോദി അക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് മീഡിയയെ ഒരു അകലത്തിൽ നിന്ന് ഇപ്പൊ ബജറ്റ് ലീക്സ് വരാറില്ല. പലതും സർക്കാർ അറിയിക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പോലും അറിയുന്നത് പുറത്ത്. അതിനകത്ത് ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റീഫോമായിട്ട് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത് ഡിമോണിറ്റൈസേഷനാണ്. അതെ അതെ, അന്ന് ഭാരതത്തിൽ സാധാരണ 8 വർഷം. അപ്പോ ഭാരതത്തിൽ ഇതെന്താ ഒരു കുഞ്ഞുപോലും അറിയാതെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. അദ്ദേഹം പറയുന്ന 8 മണിക്ക് ഇത് കയറി പറയുമ്പോൾ മാത്രം ഒരു രാഷ്ട്രം അറിയാന്ന് പറയുന്നത് അത്രമാത്രം ഒരു
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ ട്രംപ് പഠിച്ചത് ഇവിടുന്ന് 100%. എനിക്ക് തോന്നുന്നത് അത് ഈ പറയുന്ന മീഡിയ ആളുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് അല്ല. ഇത് എല്ലാവരും പറയും മീഡിയ എന്ന് ഞാൻ പറയുമ്പോ ഈ എല്ലാവരും മീഡിയ എന്നല്ല, അത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് എല്ലാ സമൂഹത്തിലുള്ള എല്ലാത്തിലും ഇവരെല്ലാം കേറി മേയുന്ന ഒരു ഇതായിട്ട് പവർ കോറിഡോർസ് മാറിയിരുന്നു ഡൽഹിയിൽ. അല്ലാതെ ഇതിനകത്ത് പത്രക്കാർ മാത്രമല്ല തീർച്ചയായിട്ടും പത്രക്കാരെല്ലാം കുഴപ്പക്കാരുമല്ല. പക്ഷെ തീർച്ചയായിട്ടും പത്രക്കാർക്ക് കാര്യങ്ങൾ വീണ് കിട്ടിയിരുന്നു, ചിലർക്ക് സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പൊ ഈ സ്വാധീനങ്ങളും അങ്ങനെയുള്ള കാര്യം. അപ്പൊ അതിനെ വളരെ ശക്തമായി നേരിടാനായിട്ട് ഒരു പദ്ധതിയാണ്. അതെ അതെ. അടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ IG ഓഫീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫീസ് ഒരു സെക്രട്ടറി ലെവലിലുള്ള ഓഫീസേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ആളുകളെ അവരുടെ ഒരു വളരെ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, അവർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് മാറ്റിയിട്ട് അവരെ ഒരു ഡീലിംഗ് ചെയ്യുക, ഒരു വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം മാറി. ഇവർ തമ്മിലുള്ള നെക്സസ് ഒഴിവാക്കുക. പോളിസി മാറ്റർ ചെയ്യുന്നത് പോളിസി ചെയ്താൽ മതി. അത് തന്നെയാണ്. അതിൽ നിന്ന് ബാക്കിയുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഡീലിംഗ് ചെയ്ത് ഒരു സിസ്റ്റം കൊണ്ടുവരാനാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതെനിക്ക് തോന്നുന്ന ഭാരതത്തിൽ ഒരു പരിധി വരെ, പ്രത്യേകിച്ച് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ഇൻ്റലിജൻസ് ഏജൻസീസ് അത് ഭാരതത്തിൽ ഒരു പരിധിവരെ ഇപ്പോൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു ഭരണകാലത്ത് ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്റലിജൻസ് ഏജൻസി. ഇപ്പൊ ഇഡിക്കൊക്കെ ഇത്രയും പവർ കൊടുത്തു തന്നെ ചിദംബരം ഇതായിരുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്, കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ഇന്റലിജൻസ് ഏജൻസീസ്. അത് വലിയൊരു അത് ഈ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ്, അതേ പറയുന്നത് ഈ ഇൻസ്പെക്ടർ ജനറൽസിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു വളരെ ക്ലോസ് ഇന്ററാക്ഷൻ നിർത്തിക്കളയുമെന്നാണ് പറയുന്നത്. അതാണ് അത് വളരെ നല്ലതാണ്. കാരണം ഇവരൊരു നെക്സസ് ആയാൽ അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ പിന്നെ മോണിറ്റർ ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് രഞ്ജിത്ത് ജി, ഭയങ്കര ഒരു വിപ്ലവകരമായ ഒരു മാറ്റം സാധ്യതയുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഡീസെൻട്രലൈസിങ് ഓഫ് ഓഫീസസ്. പല ഓഫീസുകളും അവിടുന്ന് മാറ്റുക, ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതായിരിക്കണം. ഈ ഫെഡറൽ ബ്യൂറോക്രസീസിനെ കംപ്ലീറ്റ് അദ്ദേഹം പറയുന്നത് എല്ലാവരും കൂടെ സെൻട്രലൈസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഹാൻഡ് ഇൻ ഗ്ലൗ അല്ലെങ്കിൽ ഒരു സീംലെസ് ആയിട്ടുള്ളൊരു മോഷൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്തത് പോകാൻ ഇന്ന് നമ്മുടെ ഒരു ടെക്നോളജി സച്ച് ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ബി ഫിസിക്കലി ക്ലോസ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഡിജിറ്റലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മറ്റേ ഫയൽ മൂവ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ട്രാക്കബിളായി മാറും. അതുകൊണ്ട് മാത്രമല്ല ഇത് ഈ ഒരു ഇപ്പം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫീസെല്ലാം ഒരിടത്തിരിക്കുമ്പോൾ അതിനകത്തുള്ള കൺജഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോട്ടം എത്തില്ല. അപ്പോൾ ഒരു ക്ലട്ടർ ഉണ്ടാകുമ്പോഴേ അതിനകത്തൂടെ ആർക്ക് വേണോ വന്നിട്ട് പോവാം. ഇത് ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പല പല പ്രദേശത്താകുകയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതാണെന്ന് തോന്നുന്നു. വാഷിംഗ്ടണിൽ കുറെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കുറെ കൂടെ ഒബ്സർവേഷൻ ഉണ്ടാവും, ആര് ചെന്നു ആര് വന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കുറെ കൂടെ അതിനൊരു ഞാൻ പറഞ്ഞ അത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു വലിയ മാറ്റമാണത്. പിന്നെ അദ്ദേഹം പറയുന്നത് ബ്യൂറോക്രാറ്റ്സും പ്രൈവറ്റ് സെക്ടറുമായിട്ടുള്ള ബന്ധമാണ്. അതും എനിക്ക് തോന്നുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തമായ ഒരു വെല്ലുവിളിയാണ്. ഈ പറയുന്ന എനിക്കൊന്ന് ഭാരതത്തിൽ എനിക്ക് ഇപ്പോഴേ ഒരു കൂളിംഗ് പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉണ്ട് പല ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ US അത് ഇല്ലാന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് മേജറായിട്ട് ഈ ഫാർമ കമ്പനി, ഈ ഡിഫൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഈ ഒളിഗാർക്കിയൊക്കെ ഉള്ളത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. അതെ. ഈ കോവിഡ് സമയത്ത് അപ്പൊ അത് തന്നെ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് പോകുന്നു, അതിൻ്റെ തലവനാകുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വലിയ പൊസിഷനിലേക്ക് മാറുന്നു. ഇത് വളരെ ക്ലിയർ ആയിട്ട് അത് ലീഗലി അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വരുമ്പോൾ ഒന്നും അതൊരു കൈക്കൂലി വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ അതൊരു അപ്പോൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി ജോലി എടുക്കേണ്ട, ഒരു എംപ്ലോയ്മെന്റ് എടുക്കേണ്ട ഒരു കൂളിംഗ് പീരീഡ് അദ്ദേഹം നിർദ്ദേശിക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസലാണ് അദ്ദേഹം ഈ പറയുന്ന ഒരു ഇത് പറഞ്ഞിരിക്കുന്നത്.
ഏറ്റവും എനിക്ക് തോന്നുന്നത് നമ്മൾ 9 പോയിന്റ് ആയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഒരു ഓഡിറ്റ് ഓഫ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്സിന് ഒരു ഓഡിറ്റ് മെക്കാനിസം കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കണക്ക് എന്നുള്ളതല്ല, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഇമ്പാക്ട് അസസ്മെന്റ് വേണം. ഇവർ ചെയ്തത് എന്തിനാണെന്നുള്ളത് പറയണം. ആ പറഞ്ഞിരിക്കുന്നത് കൊണ്ടുണ്ടായ ഇഫക്റ്റ് അതില്ലാത്തതിന്റെ ഒരു പ്രശ്നം ഭാരതത്തിലുണ്ട്. അങ്ങേക്ക് അറിയാമല്ലോ, മറ്റേ കേണൽ പുരോഹിത്തിന്റെ കാര്യം, പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ കാര്യം, ഇവരെയൊക്കെ നാഷണൽ ഇസ്രത് ജഹാൻ കേസ് ഇങ്ങനെ പല കേസുകളിലും ഇന്റലിജൻസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ജുഡീഷ്യറിയെ പോലും ഒരു വലിയ പരിധി വരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിനൊരു ഓഡിറ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മേജർ നിർദ്ദേശം. 10ാമതായിട്ട് ഒരു കോൺഗ്രഷണൽ ടേംസ് നമുക്കറിയാം. ഈ സ്ഥിരമായിട്ട് എം പിമാരോ അല്ലെങ്കിൽ ആ കോൺഗ്രസ്സിലെ ഇതായിട്ട് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുമ്പോൾ ഇവർക്ക് ഒരു ഗ്രൂപ്പുമായിട്ടൊരു വലിയ പരിചയം വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് 2 ടേമായിട്ട് ഈ കോൺഗ്രസിൽ റെപ്രസെൻറ്റേഷൻ കുറയ്ക്കണം. 2 ടേമിൽ മതി. പുതിയ ആളുകൾ വരട്ടെ, പുതിയ ഇത് വരട്ടെ. ഇപ്പം നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് ഭാരതത്തിലാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപക്ഷെ നല്ല ആളുകൾ ഉണ്ടാവാം, നന്നായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുന്ന ആളുകളുണ്ടാവാം, നോൺ കറപ്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ പ്രിഡോമിനൻ്റ്ലി ഒന്നുകിൽ നോൺ പെർഫോമർ അല്ലെങ്കിൽ സംബഡി ഹു അലയൻസ് വിത്ത് സച്ച് നോൺ എലക്റ്റഡ് ആയിട്ടുള്ള ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഈ പറയുന്ന 10 കാറ്റഗറിയും എടുത്ത് ഫ്രണ്ടിൽ വെച്ച് അനലൈസ് ചെയ്ത് ഇത്രയും ആളുകളെ ഞാൻ ചെയ്യും എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്, വളരെ സ്ട്രക്ചേർഡ്. ഇനി എൻ്റെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, ഇതൊക്കെ പറച്ചിലാണ്, പ്രഖ്യാപനം നടന്നു, ഇത് നടപ്പാക്കാൻ പ്രസിഡന്റ് ട്രംപിന് സാധിക്കുമോ? അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് നിരവധി നിയന്ത്രണങ്ങളുടെയും നിരവധി ചട്ടക്കൂടിൻ്റെയും ഉള്ളിലാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭാരത സർക്കാരിൻ്റെ ആ ഒരു രീതി അവലംബിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. വളരെ സൈലൻ്റായിട്ട് കുറച്ച് ടൈം എടുത്ത് ഒരു ടോട്ടൽ ഡിസ്റപ്ഷൻ അല്ല ഭാരതത്തിൽ നടന്നത്. അതിൻ്റെതായ നെഗറ്റിവിറ്റീസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞ, ഇപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ എനിക്ക് ഇന്ന് അദ്ദേഹം ചെയ്യുന്നത് പോരാ. ഇവിടെ വന്നിട്ടുള്ള ഫാം നിയമങ്ങൾ ഇത് പിൻവലിക്കേണ്ടി വന്നു. ഇതൊരു ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് അല്ലേ? അപ്പോൾ അവിടെ അതിന് മുമ്പ് തലതാഴ്ചയിലെ 100% ഇങ്ങനെയുള്ള, അതായത് ആ ഫാമ ലോബി എന്ന് പറഞ്ഞാൽ ഫാമിന്റെ കാര്യത്തിൽ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ലോബിയെ പോലെ തന്നെ ശക്തരാണ്. ഈ ജനറ്റിക് മോഡിഫൈ GM സീഡ്സും മറ്റു വിദേശത്തുനിന്നുള്ള ഇടപെടലും ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, പുറത്തുമുണ്ട്. അമേരിക്കയിലകത്ത് അങ്ങനെയല്ല, ഇന്റേണലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടക്കും എന്നുള്ളത് തന്നെയാണ് ഒരു അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആഗ്രഹം. 2, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ശകലം ഹറീഡായിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു പ്രതിരോധം ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സമയം കൊടുത്തു. ഇപ്പൊ എന്റെ ആയുധങ്ങൾ ഇതാണ്, 10 പോയിന്റ് ആണെന്ന് പറഞ്ഞ് ഈ 10 പോയിന്റിന് ഓരോരുത്തടത്ത് ഇരിക്കുന്നവർക്കും അതിനെ പ്രതിരോധിക്കാനുള്ളൊരു ഇത് ചെയ്തു. അപ്പൊ അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി അത് കറക്റ്റ് ആണോ? അനുബന്ധമായിട്ട് അതിനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ 2014 അദ്ദേഹത്തെ ഈ പറയുന്ന ഇവിടുത്തെ ലോക്കൽ ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ലോക്കൽ മെക്കാനിസം അദ്ദേഹത്തെ കണ്ടത് ഒരു ഔട്ട്സൈഡറായിട്ടാണ്. അദ്ദേഹം ഡൽഹിയുടെ ഭാഗമല്ല, ഡൽഹിയിലെ പവർ സർക്കിളിൻ്റെ ഭാഗമല്ല. അദ്ദേഹം വന്നു കയറിയത് ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ വലിയ പ്രഖ്യാപനമോ കർമ്മപരിപാടിയോ ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട്, ഇതിൽ കുറേ കാര്യങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ലേ? എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഹി ഹാസ് മെയ്ഡ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് ദർ ഷുഡ് ബി ഒരുപാട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്. അതൊരു 70 വർഷം കൊണ്ടുണ്ടായ ഒരു സാധനം നമ്മളൊരു 10 വർഷം കൊണ്ട് തച്ച് തകർത്ത് പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കും എന്നെനിക്കൊരു വിശ്വാസമില്ല. എന്നാലും ഒരു വളരെ ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൽ ഒരു ഡിമോളിഷന് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതുപോലൊരു another 10 years more maybe we will be
ഒരു അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നെന്ന് വരാം. അപ്പോൾ ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നേഷന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പദ്ധതിയും ഒരു പർട്ടിക്കുലർ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. സംസ്ഥാനം ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷം ആരോപിക്കുന്ന ഈവൻ അദാനിയെ അല്ലെങ്കിൽ ഇതിൻ്റെ ഹിൻഡൻബർഗ് കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ഒരു അതിനകത്ത് ഈ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വലയിൽ നമ്മുടെ പ്രതിപക്ഷവും ബാക്കിയുള്ള പലപ്പോഴും അവരുടെ ആക്ഷൻ പ്ലാൻ പോലും ഈ ഡീപ് സ്റ്റേറ്റ് ആണ് ചാർട്ട് ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകും. അവിടെ US-ലുള്ളൊരു ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാഷൻ വിട്ടിട്ടുള്ള കാര്യങ്ങളല്ല. അതെ 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 രാജ്യ താല്പര്യം അവർ നിർത്തുന്നുണ്ട്. അവരുടെ ഡിഫൻസ് ഫോഴ്സസും അവരുടെ കമ്പനികളും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നാഷണൽസ് ഇല്ലെങ്കിൽ അവർ ഇമിഗ്രേഷൻ അലവ് ചെയ്തു. അതെ അതെ. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സിൽ കണ്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏതാണ്ട് കമല ഹാരിസ് വിൻ ചെയ്ത മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സും വോട്ടർ ID കാർഡിന് നിർബന്ധമില്ലാത്ത സ്റ്റേറ്റ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള അല്ലാത്ത വോട്ടർ ID മാൻഡേറ്ററി അല്ല, അതായത് ഇൻ പേഴ്സൺ വോട്ടിംഗ്, അതിന് വോട്ടേഴ്സ് ID പിക്ചർ ID ഉള്ള വേണ്ടാത്ത സ്റ്റേറ്റുകളിൽ ജയിച്ചിട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചിട്ടുള്ളത് 2 സ്റ്റേറ്റിലും ഏതാണ്ട് 14-15 സ്റ്റേറ്റുകളിൽ കമല ഹാരിസ് ആണ്. അപ്പോൾ അതിന് എന്ത് പെർസെപ്ഷനാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ വേറെ. സ്വിംഗ് സ്റ്റേറ്റ്സ് മുഴുവൻ റിപ്പബ്ലിക്കൻ ഇതിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ പറയുന്ന ഒരു ഇമിഗ്രേഷൻ്റെ മാനിപ്പുലേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ വളരെ ശ്രദ്ധയായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ലാസ്റ്റ് ചോദ്യം കൂടി. ഇപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുന്നുണ്ട്, ഇവരുടെ സകല പദ്ധതികളും പൊളിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ജയം ട്രംപിന് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കർമ്മപദ്ധതി പ്രഖ്യാപിക്കാനുള്ള ശക്തി കൊടുത്തത്. പക്ഷേ ഭാരതത്തെ എടുക്കുമ്പോൾ ഇതേ ഡീപ് സ്റ്റേറ്റ് ഇവിടെ കാര്യമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കുറേയൊക്കെ ഡാമേജ് ഉണ്ടാക്കാൻ ഇവിടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യത്യാസം എന്താണ് കാണുന്നത്? ബേസിക്കലി അവിടുത്തെ ആളുകൾക്ക് ലോക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അവിടുത്തെ ആളുകൾക്ക് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ടിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ എക്കോണമിയെ പറ്റിയുള്ള ഇത് ബൈഡന്റെ ഒരു പക്ഷെ അവിടെയും അമേരിക്കയെ അവിടുത്തെ ജനങ്ങളെ വിവിധ വിഭാഗങ്ങളായിട്ട് തിരിക്കാനും ഒക്കെ ഇവരുടെ ശ്രമം നടന്നിരുന്നു. അതിനൊക്കെ എനിക്ക് തോന്നുന്നത് വൈറ്റ് അല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ട്രംപിന് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു നാഷണലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ്. കാരണം രാജ്യമുണ്ടെങ്കിൽ വെൽത്തുള്ളൂ. അപ്പോൾ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആളുകൾ, അത് ഏത് റേസിൽ നിന്നാലും ഏത് മൈഗ്രൻ്റ് ആണെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഈ യൂറോപ്പ് കണ്ടതുപോലെയുള്ള മൈഗ്രൻസിൻ്റെ ഒരു ഇഷ്യൂ സിറിയയിൽ നിന്നും മറ്റുമൊക്കെ വന്ന് അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് രാഷ്ട്രം ഉണ്ടാക്കണം, ഒരു ജിഹാദ് നടത്തണമെന്നൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടം ആളുകൾ വീണ്ടും അമേരിക്കയിലേക്ക് വരുമോ എന്നുള്ളൊരു ഭീതി നിശ്ചയമായ അവിടുത്തെ ആളുകൾക്ക്. നാഷണലിസമാണ്. ഒരുപക്ഷെ ഭാരതത്തിൽ അതിനെ കവച്ചു വെക്കാനുള്ള ശക്തി ഈ ഡീപ് സ്റ്റേറ്റിന് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ ഐ വുഡ് സേ ഞാനൊരു റേറ്റ് ചെയ്യുന്ന ഇത് ചെറുത്ത് നിന്നു എന്ന് പറയുന്നത് 100% വലിയൊരു വിജയം. അത്ര വലിയൊരു വരവായിരുന്നു. അതെ, വളരെ. അത് വളരെ പ്ലാൻഡ്. അത് ഇനിയും വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല. അതോടെ പറഞ്ഞ എനിക്ക് തോന്നുന്നു മേ ബി ഹരിയാന ഇലക്ഷൻസ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും റിട്ടേൺ കിട്ടുന്നില്ല. കാരണം ഇവർ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാം ബിസിനസ് ഓറിയന്റഡ് ആണ്. അപ്പൊ അതിന് ഒരു റിട്ടേൺ ഇല്ല എങ്കിൽ അവർ ദേ വിൽ നോട്ട് കീപ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഓപ്പോസിഷൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ വളരെ കുറയും. എസ്പെഷ്യലി വിത്ത് ഈ അമേരിക്കൻ കമ്പനീസും സോറസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഒരു പക്ഷേ കുറഞ്ഞേക്കാം വിത്ത് ട്രംപ് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. പക്ഷേ ഈ ട്രംപ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ കൈകാര്യം ചെയ്തോളും. പക്ഷെ ഭാരതത്തിലെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും കൂടുതൽ ചർച്ചകളും ഒക്കെ ശ്രദ്ധ കൊണ്ടുവരികയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റായിട്ടും. വളരെ അധികം നന്ദി. നമസ്കാരം.